നമസ്കാരം, വെൽക്കം ടു ഡബിൾ എസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി എങ്ങനെയാണ് സ്ട്രെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ അയൺ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ്. ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫിലിപ്സിന്റെ സ്ട്രൈറ്റനിങ് ബ്രഷ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ബ്രഷിന്റെ സ്ട്രൈറ്റനിങ് ബ്രഷിന്റെ ഒരു റിവ്യൂ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ ഒരുപാട് പേരുടെ ഡൗട്ടാണ് എത്ര ടൈം നിൽക്കും, എത്രയും സ്ട്രെയിറ്റ് ആവും അങ്ങനെയൊക്കെയുള്ളത്. അപ്പൊ ഞാൻ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ആ സ്ട്രൈറ്റനിങ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റ് ആക്കി കിട്ടും. ഫിലിപ്സിന്റെ സ്ട്രൈറ്റനിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. പിന്നെ എത്ര ടൈമാണ് ഇരിക്കുക എന്നുള്ളത് ഓരോരുത്തരെയും മുടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അതിന്റെ തിക്നെസ്, അതിന്റെ ഡെൻസിറ്റി, പിന്നെ ഓരോരുത്തരുടെ ടെക്സ്ചർ ഒക്കെ അനുസരിച്ചാണ് എത്ര ടൈമാണ് നിൽക്കുക എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പം എൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ മാക്സിമം, അതായത് ഇതിപ്പോ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ ഒരു 2 to 3 hours ഒക്കെയാണ് എൻ്റെ ഇത് നിൽക്കുക. കുറച്ച് എന്താ ഫൈൻ ആയിട്ടുള്ള ഹെയർ ആണ്, തിക്കായിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള ഹെയർ ആണ് എൻ്റെത്. അപ്പോൾ കുറച്ച് അങ്ങനെയാണ്, ഒരു 2 to 3 hours ആണ് നിൽക്കുക. അതല്ലാത്ത പല മുടികളും 4 to 5 hours ഒക്കെ നിൽക്കും അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് എത്രയും ഉണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഹൈ ഹീറ്റിലാണ് ഇട്ടിട്ട് ചെയ്യുന്നത്. ഹൈ ഹീറ്റിൽ ഇട്ടിട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ച് നേരം കൂടി അത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി, സ്ട്രെയിറ്റ് ആക്കിയ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കുറച്ച് നേരം ഹോൾഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മുടി ഇപ്പൊ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനിട്ട് കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഞാൻ അതിനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ആട്ടുക, ഉള്ളിലൊക്കെ കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോവും. അതിന്റെ ആ ഹോൾഡ്, അതായത് ഈ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവം പെട്ടെന്ന് തന്നെ പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എത്ര ടൈം നിൽക്കും എന്നുള്ളത് പറയുന്നത്. പിന്നെ എൻ്റെ മുടി നല്ലോണം ചുരുണ്ട മുടിയാണ്. ശരിക്കും കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല, അതായത് നമ്മൾ മുടി ചീകിയിട്ടില്ല അങ്ങനെയൊക്കെ, അതായത് CGM മെത്തേഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ മുടി നല്ല ചുരുണ്ട മുടിയാണ്. അപ്പൊ അങ്ങനെയുള്ള മുടിനെ ഈ ഒരു രീതിയിലേക്കാണ് മാറ്റിയെടുക്കാൻ പറ്റുക. പിന്നെ ഇങ്ങനെ പതിഞ്ഞിരിക്കണം ആ രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബ്രഷ് വലിയ ഉപകാരം ഉണ്ടാവില്ല. കുറച്ചൊന്ന് വോളിമൈസ് ചെയ്തിട്ടാണ് നമുക്കിത് അയൺ ചെയ്യുമ്പോൾ, നമ്മുടെ മുടി അയൺ ചെയ്യുമ്പോൾ കിട്ടുക. ഈ രീതിയിൽ കുറച്ച് വോളിയം തോന്നുന്ന രീതിയിൽ ഈ സ്ട്രൈറ്റനിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആ റിവ്യൂല് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പും സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു സിറം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരം കൂടി ഹോൾഡ് ചെയ്ത് നിർത്താനും, മുടിനെ ഹോൾഡ് ചെയ്ത് നിർത്താനും, അതുപോലെ തന്നെ മുടിക്ക് ഡാമേജ്, ഹീറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, എന്തായാലും ഹീറ്റ് ഉപയോഗിക്കുമ്പോൾ ഡാമേജ് ഉണ്ടാവും, അതിന്റെ ആ ഒരു ഭീകരത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റും. അപ്പൊ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പും പിമ്പും ഒരു സിറം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രൈറ്റനിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഒരു സ്ട്രൈറ്റ്നർ കൊണ്ടാണ്, ഐ മീൻ ഈ ഒരു സ്ട്രൈറ്റനിങ് ബ്രഷ് ഉണ്ട്, അത് ഫിലിപ്സിന്റെ സ്ട്രൈറ്റനിങ് ബ്രഷ് ആണ്. ഈ ബ്രഷ് കൊണ്ടാണ് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് കണ്ടോ 2 ടെമ്പറേച്ചറാണ് കാണിച്ചിട്ടുള്ളത്. 2 ഹൈ ടെമ്പറേച്ചർ, ഇത് ഫസ്റ്റ് വൺ ലോ ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ ഹൈ ടെമ്പറേച്ചർ, ഇങ്ങനെ 2 ടെമ്പറേച്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടിട്ടാണ്. ആദ്യം 0-ലായിരിക്കും, എന്നിട്ട് നമ്മളിത് ഹൈ ടെമ്പറേച്ചറിൽ ഇടണം. അതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം, കുത്തണം. കണ്ടോ ഒരു വെള്ള ലൈറ്റ് കണ്ടോ? ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുമ്പായിട്ട് നമ്മൾ നല്ലോണം മുടി ഡീടാങ്കിൾ ചെയ്യണം. ടാങ്കിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് നമുക്കൊരു സിറം ഉപയോഗിക്കാം. നമ്മുടെ മുടീനെ ഹീറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറം ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലോറിയലിന്റെ എക്സ്ട്രോർഡിനറി ഓയിൽ സിറമാണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് സിറം നിങ്ങൾ യൂസ് ചെയ്യുന്ന സിറം തന്നെ മതി. പക്ഷെ സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളെ ഹീറ്റിൽ നിന്ന് നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് സിറം ഉപയോഗിച്ചാൽ നല്ലതാണ്. ഞാൻ സിറം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സ്ട്രാൻഡ്സിലാണ് യൂസ് ചെയ്യുന്നത്, സ്കാൽപ്പിലേക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ സ്ട്രാൻഡ്സിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സ്കാൽപ്പിലേക്ക് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനുള്ള കുറച്ച് മുടി മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ക്ലിപ്പ് ചെയ്ത് വെക്കുക, കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഈ മിന്നണ സംഭവം കണ്ടില്ലേ, ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോഴാണ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത്. നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ലൈറ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഓക്കെ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഹൈ ടെമ്പറേച്ചറിലാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക്
കുറേശ്ശെ മുടി എടുത്താൽ മതി. ബാക്കിന്ന് റൂട്ടിന്റെ അവിടെ വരെ എത്തിക്കുന്നില്ല. അത് നമുക്ക് ഓൾറെഡി ചീർപ്പായതുകൊണ്ട് റൂട്ട് വരെ ആവില്ല. ബാക്കിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ചെയ്യണം. നല്ല ചൂടുണ്ടാവും കേട്ടോ. കണ്ടോ ഡിഫറൻസ് കണ്ടില്ലേ? ബാക്കിന്ന് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടി വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ഒരു ബ്രഷ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കാരണം നമുക്ക് അത്രയ്ക്ക് വോളിയം കുറയില്ല. ബ്രഷ് ആകുമ്പോൾ മറ്റേ സ്ട്രൈറ്റർ വെച്ച് ചെയ്യുന്ന അത്രയും വോളിയം കുറയില്ല. കണ്ടോ നന്നായിട്ടില്ലേ? നമ്മുടെ ഈ ബാക്കിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ബാക്കിൽ ഇത്രയും മുടി എടുത്തു. ഈ മുടി എടുത്തിട്ട് ഞാനിത് ബാക്കിൽ നിന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറിലേക്ക് അധികം ആവില്ല. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ തന്നെ നമുക്ക് 2 സെക്ഷൻ ആക്കാം. എന്നിട്ട് മുകളിലത്തെ സെക്ഷൻ സെപ്പറേറ്റ് പിടിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോഴാണ് ബാക്കിലെ മുടി ശരിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുക. കണ്ടോ? ഡിഫറൻസ് കണ്ടോ? നിങ്ങൾ പേടിക്കണ്ട, മുടിയൊന്നും കരിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. കാരണം ഈ ചീർപ്പായതുകൊണ്ട് തന്നെ കുറെ മുടി കൊഴിയും. നമ്മൾ ചെയ്യുന്ന സമയത്ത് കൊഴിയും. ആ മുടിയൊന്നും ഇതുവരെ കരിഞ്ഞു പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേ കണ്ടോ? കണ്ടിട്ടില്ല. അത് കാരണം കൊണ്ട് മുടി കരിയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് മുടി എടുത്താൽ മതി. അതായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോൾ അതായത് കണ്ടോ ഫൈനൽ റിസൾട്ട് അത്യാവശ്യം നല്ലോണം തന്നെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ. നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് ബ്രഷ് ആയതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത് ഇനഫാണ്. ഇത്രയും ഒരു സ്ട്രൈറ്റ് ആയാൽ മതി. ഇത്രയും വല്ലാതെ ഒട്ടിയിരിക്കുന്നതല്ല എനിക്കിഷ്ടം. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ കുഴപ്പമില്ലല്ലോ, നല്ലോണം ആയിട്ടില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് വരുന്നത് നമ്മളതുകൊണ്ട് ചെയ്യുമ്പോൾ. സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു സിറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സെയിം സിറം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ അതായത് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്ത സെയിം സിറം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത മുടി അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി മറച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അധികം നേരം നിൽക്കില്ല. നമ്മൾ എങ്ങനെയാണോ ചെയ്തിട്ട് അതേപോലെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. ഒരുപാടിട്ട് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാതിരിക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഫിലിപ്സ് സ്ട്രൈറ്റ്നർ ബ്രഷ് വെച്ചിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ തന്നെ വേണമെന്നില്ല വേറെ ബ്രാൻഡിന്റെ സ്ട്രൈറ്റ്നർ ബ്രഷ് ഉപയോഗിക്കാം കേട്ടോ. എന്തായാലും സ്ട്രൈറ്റ്നർ ബ്രഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മുടി സ്ട്രൈറ്റൻ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. മറ്റേത് യൂസ് ചെയ്യുന്നതിനേക്കാളും ധൈര്യമായിട്ടും, അതായത് മുടിയൊന്നും
നമ്മൾ ഇതിനകത്ത് മാക്സിമം ചൂട് കൊടുത്താലും മുടി വല്ലാതെ എന്താ പറയാ മുടിക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയുള്ള പേടി ആവശ്യമില്ല. വലിയ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാം. ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഒരു ചീപ്പ് എടുത്തിട്ട് ചെയ്യണ പോലെ തന്നെയുള്ളൂ. ഈ ഒരു ഭാഗം, ഈ ഒരു ബാക്ക് ഭാഗം ചെയ്യാൻ വേണ്ടി മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. കുറച്ചിങ്ങനെ ബാക്കിലേക്ക് എടുക്കണം എന്നുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഏത് സ്ട്രെയിറ്റനർ ഉപയോഗിച്ചാലും അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് വാങ്ങിക്കണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊന്നും കണ്ടു നോക്കൂ, എന്നിട്ട് വാങ്ങിച്ചു നോക്കൂ കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് സ്ട്രൈറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ബൈ.